കേരളത്തിലെ ഗവൺമെന്റിന്റെ നിലപാട്, ആ നിലപാടിനെ കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ധാരാളം സംശയങ്ങളുണ്ട്. പുൽവാമ പഹൽഗാം അക്രമം കഴിഞ്ഞ ഉടനെ തന്നെ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഭരണഘടനയുടെ 370-ാം വകുപ്പ് റദ്ദാക്കിയതിലുള്ള വേദന കാരണമാണ് പഹൽഗാം അക്രമം നടന്നത് എന്നാണ്. MA ബേബി എന്ന് പറയുന്ന ആള് ട്രംപിനെ തന്നെ വറപ്പിക്കുന്ന ആളാണ്. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം MA ബേബിയുടെ ചില പ്രസ്താവനകൾ. ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ് ലോക ഗവൺമെന്റിന്റെ തലവനാണെന്നാണ് ഭാവിക്കുന്നതെന്നാണ്. അങ്ങനെ പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണല്ലോ AKG സെന്റർ. അവിടെ ഇരുന്നിട്ട് അവിടെ ന്യൂയോർക്ക്, വാഷിംഗ്ടണിൽ വരെ എത്തുന്ന ഒരു പ്രത്യേക ഉപകരണം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഉപകരണത്തിലൂടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ് എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കുന്ന ആള് ഈ പെഹൽഗാമിനെ കുറിച്ച് അദ്ദേഹം കണ്ടുപിടിച്ചത് 370-ാം വകുപ്പ് റദ്ദാക്കിയതിലുള്ള വേദനയാണ്, പ്രതിഷേധമല്ല, വേദന കാരണമാണ് പാകിസ്ഥാനിൽ നിന്ന് വന്ന ആളുകള് ഇന്ത്യക്കാരായിട്ടുള്ള 26 പേരെ കണ്ടുപിടിച്ചത് എന്ന് പറയുമ്പോ ഈ ട്രംപിനെ നിരീക്ഷിക്കാനുള്ള യന്ത്രം മാത്രമല്ല, ഈ തലക്കകത്ത് പ്രവർത്തിക്കുന്ന യന്ത്രത്തിനെ കുറിച്ച് കൂടി ചോദ്യങ്ങൾ വരികയാണ്. കാരണം ഇങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ അത് പ്രത്യേകമായിട്ടുള്ളൊരു കഴിവാണ്. അങ്ങനെ കണ്ടുപിടിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ എത്ര ആത്മാർത്ഥതയുണ്ടാകും എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും ഉയരുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി, നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, കുറെ കാലം മുമ്പ് ഹരിയാനയില് ഒരു തീവണ്ടിയിൽ പോകുന്ന രണ്ടാളുകൾ തമ്മിൽ തർക്കമുണ്ടായിട്ട് അതിലൊരാൾ മരിച്ചു. നമ്മുടെ മുഖ്യമന്ത്രി ഇവിടുന്ന് തന്നെ അവിടെ പോയി 10-15 ലക്ഷം മലയാളികളുടെ വേദന പ്രകടിപ്പിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുപോയി കൊടുത്തു. കാരണം അദ്ദേഹം എപ്പോഴും വേദനിക്കുന്ന ഒരാളാണ്. സ്വന്തം മകളെ കുറിച്ച് മാത്രമല്ല, ബാക്കി പലരെ കുറിച്ചും വേദനിക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് പെഹൽഗാമിൽ ഈ അക്രമം നടന്ന് കൊല്ലപ്പെട്ട ശ്രീ രാമചന്ദ്രന്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുന്ന ദിവസം അദ്ദേഹം തിരക്കായി. അന്ന് അതുകൊണ്ട് അദ്ദേഹത്തിന് വേദനിക്കാൻ സാധിച്ചില്ല. അതിനെക്കുറിച്ച്, അദ്ദേഹം അവിടെ ചെല്ലാതിരുന്നതിനെ കുറിച്ച് പലരും ചോദിച്ചു. നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ഗവർണർ അവിടെ എത്തി. മലയാളിയായിട്ടുള്ള ഗോവ ഗവർണർ ശ്രീ ശ്രീധരൻപിള്ള അവിടെ വന്നു. അദ്ദേഹം അവിടെ നിന്ന് വന്നു. പ്രതിപക്ഷ നേതാവ് അവിടെ എത്തി. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി എത്തിയില്ല. മുഖ്യമന്ത്രിക്ക് അന്ന് വേദനിക്കാൻ സമയമില്ലായിരുന്നു. അദ്ദേഹം വേറെ തിരക്കുകളിലായിരുന്നു എന്നാണ് നമ്മുടെ ഗോവിന്ദ മാഷ് പറയുന്നത്. കാരണം MA ബേബിക്ക് പറ്റിയ ഒരാളാണ് സംസ്ഥാനത്തുള്ളത്. കേന്ദ്രത്തില് ഇതെങ്ങനെ ഒരേ ജനസിൽപ്പെട്ട ആളുകളെ കിട്ടുന്നു നിങ്ങൾക്ക് സംശയമുണ്ട്. കേന്ദ്രത്തിൽ ഇങ്ങനെയുള്ള ഒരാളെ കണ്ടുപിടിച്ചപ്പോ സംസ്ഥാനത്തുള്ള ആളെ കണ്ടപ്പോ നമുക്ക് മനസ്സിലായി ഇതിനേക്കാൾ വലിയൊരാളായിരിക്കും കേന്ദ്രത്തിൽ വരുന്നത്. അത് ഓരോ ദിവസവും അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുക. ഏതായാലും അദ്ദേഹത്തിന് അന്ന് വേദനിക്കാൻ പറ്റിയില്ല. അപ്പൊ വേദനിച്ചില്ല എന്നുള്ളത് നാട്ടുകാർ പലരും ചോദിച്ചപ്പോ അടുത്ത ദിവസം വേദനിക്കണമെന്ന് തോന്നിയിട്ട് അദ്ദേഹം അടുത്ത ദിവസം അടിച്ചെന്നു. പക്ഷെ അപ്പോഴും ഈ സംസ്ഥാനത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വികാരം, ആ വികാരം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യം, ആ ചോദ്യം സാധാരണക്കാരുടെ മനസ്സിൽ ഉയർന്നു. അതിന് വലിയ സംശയത്തിന്റെ ആവശ്യമില്ല. കാരണം പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടപ്പോ പാകിസ്ഥാൻ വാദത്തെ പിന്തുണച്ച ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇപ്പോ അവര് ദേശീയതയും അതുപോലെ ദേശസ്നേഹവും ഒക്കെ പറയും. സ്വാമി വിവേകാനന്ദനെ അടക്കം DYFIക്കാർ അവരുടെ ബോർഡുകളിൽ വെക്കുന്നുണ്ട്. കന്യാകുമാരിയിൽ വിവേകാനന്ദ സ്മാരകം പണിയാൻ വേണ്ടി ഏകനാഥ റാനഡെ രാജ്യത്തെ മുഴുവൻ മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതിയപ്പോ അതിന് മറുപടി കൊടുക്കാത്ത ആളാണ് അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ EMS നമ്പൂതിരിപ്പാട്. കാരണം സ്വാമി വിവേകാനന്ദനെ ഇന്ത്യയുടെ മഹാനായിട്ടുള്ള പുത്രനായിട്ട് അംഗീകരിക്കാത്തവരാണ്. ഇപ്പോ കാലം മാറിയപ്പോ സ്വാമി വിവേകാനന്ദന്റെ പടമെടുത്ത് ഫ്ലക്സ് ബോർഡിൽ വെക്കുന്നത് കൊണ്ട്
സ്വാമി വിവേകാനന്ദൻ അവരുടേതാവില്ല. നാട്ടിലെ ദേശീയപാതകൾ മുഴുവൻ പണിയുന്ന കേന്ദ്ര സർക്കാർ പണിയുമ്പോ ആ ദേശീയപാതകളുടെയൊക്കെ സൈഡില് മരുമോന്റെയും അമ്മായിയപ്പന്റെയും പടം വെച്ചതുകൊണ്ട് ദേശീയപാതകൾ അവരുടേതാവില്ല എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നത് പോലെ സ്വാമി വിവേകാനന്ദന്റെ പടം വെച്ചതുകൊണ്ട് സ്വാമി വിവേകാനന്ദന്റെ പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഒക്കെ അവകാശിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാറാൻ കഴിയില്ല.